നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മീനാസ് അമേസിങ് വേൾഡ്. ഇത് ഇന്നത്തെ വീഡിയോ ആണ് കേട്ടോ. ഇന്ന് രാവിലത്തെ വീഡിയോ. രാവിലെയല്ല, ഒരു 10 മണിക്ക് ഞാൻ അമ്പലത്തിൽ പോയതാണ് കേട്ടോ. അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും 11:30 12 ആകാറായി. ഇപ്പോൾ അവിടെ അമ്പലത്തിൽ ഉത്സവം നടക്കുകയാണ്. അപ്പോൾ 2 അമ്പലത്തിൽ പോയി. ആദ്യം ദേവീക്ഷേത്രത്തിൽ പോയി, പിന്നെ പെരുന്നാൾ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലും പോയി. അപ്പം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലാണ് ഇപ്പോൾ ഉത്സവം നടക്കുന്നത്. അപ്പോൾ ഇച്ചിരി രാവിലെ എനിക്ക് ധൃതി പിടിച്ച് എനിക്കൊന്ന് പോകേണ്ടി വന്നു. രാവിലെ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ അമ്പലത്തിൽ പോയിട്ട് തിരിച്ച് വന്നതേ ഉള്ളൂ. വരുന്ന വഴിക്ക് കടയിൽ നിന്ന് സാധനമൊക്കെ മേടിച്ച് വന്നതാണ്. അപ്പോൾ അതെല്ലാം എടുത്ത് അകത്ത് വെക്കുന്ന സമയത്താണ് ഞാൻ എൻ്റെ ചെടികളിലോട്ടൊക്കെ ഒന്ന് നോക്കുന്നത്. ഒത്തിരിയായിട്ട് ഞാൻ എങ്ങനെയോ എൻ്റെ ശ്രദ്ധയിലങ്ങ് വിട്ടുപോയി. ചെടിക്ക് വെള്ളം ഒഴിക്കുന്ന കുറഞ്ഞോ, എന്തൊക്കെയോ എൻ്റെ ചെടിയെല്ലാം കരിഞ്ഞ് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി. അതെന്താണെന്നറിയില്ല. തണലത്ത് നിൽക്കുന്ന ചെടികൾ വരെ കരിഞ്ഞാണ് നിൽക്കണേ. എന്താണ്, വളം കൂടിയിട്ടാണോ? അല്ല. കാരണം അങ്ങനെയാണെങ്കിൽ എല്ലാ ചെടിക്കും വരണമല്ലോ. അങ്ങനെയില്ല. കുറച്ച് ചെടികൾക്കൊക്കെ എന്തോ ഒരു നന്നായിട്ട് കരിഞ്ഞു പോയിട്ട് അങ്ങനെയൊന്നുമില്ല, പക്ഷേ വാടി നിൽക്കുകയാണേ. അപ്പം ഞാൻ നോക്കിയപ്പം വെള്ളത്തിൻ്റെ കുറവ് തന്നെയാണ്. അപ്പം ഞാൻ കൈ കൊണ്ട് തൊട്ട് നോക്കിയപ്പം വെള്ളം ഭയങ്കര കുറവാണ്. അപ്പം മറ്റേത് ഞാൻ തന്നെയാണ് എല്ലാം ചെടികളുടെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ വിനോദനിടയ്ക്ക് വെള്ളം ഒഴിക്കുന്നതാണ്. ഞാനും അതങ്ങ് ശ്രദ്ധിക്കാണ്ടായി. വെള്ളം ഒഴിച്ചോ ഇല്ലേ എന്നൊന്നും ഞാനും നോക്കാതെ ആയപ്പോഴത്തേക്കാണെന്ന് തോന്നുന്നു ചെടിയൊക്കെ കരിഞ്ഞത്. അപ്പോൾ ആദ്യം ഞാനിവിടെ എല്ലാം തൂത്തു. കാരണം ചെടിക്ക് വെള്ളം ഒഴിക്കുമ്പോൾ അതെല്ലാം കൂടെ അങ്ങോട്ടെല്ലാം വീഴുമല്ലോ. വീഴുമ്പോഴത്തേക്ക് പിന്നെ അത് തൂക്കാൻ പാടാകും. അപ്പോൾ ഇത് അമ്പലത്തിലുള്ളൊരു പുള്ളിയാണ്. ഞാനവിടെ നിന്ന് തൂക്കുന്ന കണ്ടപ്പോൾ എന്നോട് കുറച്ച് നേരം ഒന്ന് സംസാരിച്ചിട്ട് പോയതാണ്. അപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 12 മണി ഉച്ച സമയമാണ് കേട്ടോ. അന്നേരം ശരിക്കും വെള്ളം ഒഴിക്കരുത് എന്നാണ്. പക്ഷേ എനിക്കിതിന് വെള്ളം ഒഴിക്കാതിരിക്കാൻ പറ്റത്തില്ല. അത്ര വാടി നിൽക്കുകയാണ്. ബൊഗൻവില്ലയിലൊക്കെ ഒരു വാട്ടമുണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ കരിഞ്ഞിട്ട് അങ്ങനെയൊന്നുമില്ല. പക്ഷേ എന്നാലും ഒട്ടും വെള്ളമില്ല. അപ്പം എനിക്ക് ഭയങ്കര വിഷമം തോന്നിയൊരു ദിവസമാണ്. ഞാൻ ഇത്രയും ഇതിനെ ശ്രദ്ധിക്കാണ്ട് പോയല്ലോ ഈശ്വരാന്നായിപ്പോയി. എന്തിനാണ് ഇതിനെയൊക്കെ വളർത്തുന്നതെന്ന് തന്നെ ചിന്തിച്ച്. എനിക്ക് പറ്റാത്ത പണി ഞാൻ എന്തിനാണ് ചെയ്യുന്നതെന്ന് അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര കുറ്റബോധം തോന്നിയ ഒരു ദിവസമാണിത്. കാരണം നമ്മളതിനെ സ്നേഹിക്കുകയാണെങ്കിൽ അതിനൊരു ആപത്ത് വരാതെയും അതിനൊരു ബുദ്ധിമുട്ടുണ്ടാകാതെയൊക്കെ നോക്കേണ്ട ഉത്തരവാദിത്വം എനിക്കാണല്ലോ. ഞാൻ അത്രയും സ്നേഹിച്ച് അതിനെ ഇത്രയുമായിട്ട് നോക്കി നടത്തുന്നതല്ലേ. ആ ഹാങ്ങിങ് പ്ലാന്റ് എല്ലാം അതിൻ്റെ ഒരു സൈഡെല്ലാം വെയിൽ കൂടുതലും കൂടെ ആയതുകൊണ്ട് അത് ശരിക്കും ഷേഡിലാണല്ലോ വളർത്തേണ്ടത്. പക്ഷേ ആ വെയിൽ പോലും അതിന് താങ്ങാൻ പറ്റാത്ത കാരണം അതിൻ്റെ ഒരു സൈഡൊക്കെ അങ്ങോട്ട് കരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. ഇനിയിപ്പോൾ അത് അവിടെ നിന്ന് എടുത്ത് മാറ്റണം. ഇത് പിന്നെ സിറ്റൗട്ടിൻ്റെ അകത്ത് ഇരുന്നിരുന്ന 2 ചെടിയാണ്. ഒന്ന് മണി പ്ലാന്റ് ആണ്, പിന്നെ ഈ സ്പൈഡർ പ്ലാന്റിൻ്റെ വേറൊരു വെറൈറ്റിയാണ് ആ സാധനം. അപ്പോൾ അത് 2 സിറ്റൗട്ടിലായിരുന്നിരുന്നത്. അതിനെയും കൂടെ എടുത്ത് ഞാനൊന്ന് പുറത്തോട്ട് വെച്ചു. ഇത് വേണ്ട, ഇതെല്ലാം കരിഞ്ഞ് ഇതൊക്കെ നല്ല പച്ചപ്പിൽ നിന്നിരുന്ന മണി പ്ലാന്റ് ആണ് എൻ്റേത്. നല്ല ഇപ്പുറത്തുള്ള പോത്തോസിനൊക്കെ ആണെങ്കിൽ നല്ല പച്ചപ്പായിരുന്നു. പക്ഷേ കരിഞ്ഞു. അപ്പോൾ ഇനി അതെല്ലാം എടുത്ത് താഴെ ആക്കിയിട്ട് വേണം അതിനെ ശരിയാക്കാൻ. അപ്പം ഇത് ചെടിക്ക് വെള്ളം ഒഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ അവിടെ കാർ പോർച്ചും എൻ്റെ വണ്ടിയും ഒക്കെ ഞാനൊന്ന് കഴുകാൻ കിട്ടാം. പിന്നെ ഇത് തൃക്കാർത്തികയ്ക്ക് കത്തിച്ച ചിരാഗാണ്. അത് ഇതുവരെ കഴുകിയില്ല. അപ്പോൾ അതും ഞാനെടുത്ത് സോപ്പ് വെള്ളത്തിൽ മുക്കി വെച്ചു. അപ്പോൾ രാവിലെ അടുക്കളയിൽ ഫുഡ് മാത്രം ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ അമ്പലത്തിലേക്ക് ഓടിപ്പോയതാണ്. അപ്പോൾ ഇപ്പം കയ്യും കാലും മുഖം എല്ലാം കഴുകി പിന്നെ വന്ന് വീടെല്ലാം ഒന്ന് തൂത്തു. സാധാരണ ഇതൊക്കെ ഞാൻ രാവിലെ ചെയ്തിട്ടാണ് പണിയെല്ലാം തീർത്ത് അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഞാൻ അമ്പലത്തിൽ പോകുന്നത്. ഇന്ന് അലക്കിയതും ഇല്ല, വീട് തൂത്തില്ല, അലക്കാനിട്ടില്ല. അതൊക്കെ ഞാനിപ്പോൾ ചെയ്യുന്നേ ഉള്ളൂ. അച്ചുവിനോട് ഞാൻ പറയാണ്, നിനക്ക് എന്തെങ്കിലും അലക്കാനുണ്ടെങ്കിൽ എടുത്തിട്ട് വാ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൻ എടുത്തുകൊണ്ട് വന്നതാണ്. ഇത് കണ്ട, ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ അടുക്കളയുടെ കോലം. ഞാൻ ഇങ്ങനെയൊന്നും ഒരിക്കലും അടുക്കള ഇട്ടിട്ട് പോയിട്ടാ. എപ്പോഴും നല്ല നീറ്റാക്കി ഞാൻ ഇടുള്ളൂ. അപ്പോൾ ശരിക്കും ഇപ്പം നല്ല ചൂടായതുകൊണ്ട് നല്ല ദാഹം ഉണ്ടായിരുന്നു. അപ്പം വെള്ളം എടുത്തിട്ട് പോകാനും ഞാൻ മറന്നുപോയി. ഇത് പിന്നെ പുറത്തുള്ളൊരു പൂച്ചക്കുഞ്ഞാണ്. അത് പക്ഷേ എന്നെയും അച്ഛനെയും കാണുമ്പോഴത്തേക്ക് ഓടി വീട്ടിൽ കയറി വരും. എന്നിട്ട് ഞങ്ങളുടെ കാലിൻ്റെ അടുത്തുനിന്ന് മാറത്തില്ല. ഞാൻ അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുമ്പോഴൊക്കെ എൻ്റെ കാലിൻ്റെ അവിടെ വന്ന് കിടക്കും. ഇപ്പോൾ കാലൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ അനക്കി കഴിഞ്ഞാൽ ഉടനെ ചാടി എൻ്റെ ആ കാലിൻ്റെ അടുത്തേക്ക് വരും. അങ്ങനെ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട് ഇപ്പോൾ അടുക്കളയിൽ. കുഞ്ഞിക്കാണ് അത് കാണുന്ന ഇഷ്ടവും കൂടെയല്ല.
പിന്നെ ഞാൻ പെട്ടെന്ന് എല്ലാം ഒന്ന് ഒതുക്കി. എനിക്ക് ഇങ്ങനെ അടുക്കള വൃത്തികേടായിട്ട് കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ജോലി പോലും ചെയ്യാൻ തോന്നില്ല കേട്ടോ. അടുക്കള ഒരു കാര്യം ഞാൻ ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല. അപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് ആദ്യം അടുക്കളയൊന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഇവർക്ക് രണ്ടുപേർക്ക്, ഇവർ രണ്ടുപേരും എൻ്റെ പുറത്തുള്ള 2 പൂച്ചക്കുഞ്ഞുങ്ങളാണ്. പൂച്ചക്കുഞ്ഞുങ്ങളല്ല, ഒന്ന് കറുത്തത് മാത്രമാണ് കുഞ്ഞ്, മറ്റേത് അമ്മ പൂച്ചയാണ്. അപ്പോൾ അവർക്ക് 2 പേർക്കുമുള്ള ഫുഡ് കൊടുത്ത് ഈ കറുത്ത പൂച്ചയ്ക്ക് അങ്ങനെ ഫുഡ് വേണമെന്നൊന്നുമില്ല. അതിന് നമ്മുടെ കൂടെ ഇങ്ങനെ കളിച്ച് നടന്നാൽ മതി. അത് കുഞ്ഞിന് തീരെ പിടിക്കാതെ അവിടെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ആണോ? ഒന്നൊന്ന് വെച്ചാൽ കാണട്ടെ. ആരെപ്പോലെ? കേശുവിനെ പോലെ. ഇനി ഒന്ന് നോക്കട്ടെ, ഒന്ന് കാണിച്ചേ. കാണാൻ വേല മീനാമ്മ കാണാൻ. അത് പിന്നെ അപ്പുറത്തെ വീട്ടിലെ കുഞ്ഞാണ്. എൻ്റെ സൗണ്ട് കേട്ടിട്ട് അവിടെ വന്നതാണ്. സാധാരണ ഇപ്പം മതിൽ വഴി ചാടി ഇപ്പുറത്ത് വരേണ്ടതാണ്. പക്ഷെ എനിക്ക് ഒട്ടും സമയമില്ല. എനിക്ക് നല്ലതായിട്ട് ജോലി ഇനി ഒരുപാടുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞ മീനാമ്മയ്ക്ക് ജോലിയുണ്ട് മോനെ, പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞു. അപ്പം നമ്മളത് പറഞ്ഞ ഉടനെ കുഞ്ഞിന് മനസ്സിലാവും കേട്ടോ. അങ്ങനത്തെ ഒരു കുഞ്ഞാണ്. അപ്പോൾ പറഞ്ഞ് പിന്നെ വരാം, ടാറ്റയൊക്കെ തന്നിട്ട് പോയി. അപ്പോൾ ഞാൻ അവർക്ക് 2 പേർക്കും ഫുഡ് കൊടുത്തു. കുഞ്ഞ് അവിടെ ദേഷിച്ച് അവിടെ ഇരിപ്പുണ്ട്. പിന്നെ അവൾക്കും ഫുഡ് കൊടുത്തു. പിന്നെ എനിക്കിപ്പോൾ ഒരു കാക്കയുണ്ട് കേട്ടോ. രാവിലെ 8:30 ആകുമ്പോഴത്തേക്ക് വന്ന് അടുക്കളയുടെ അവിടെ വന്ന് വിളിക്കും. ഇന്ന് രാവിലെ ഞാൻ പോകുന്ന തിരക്കായതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചില്ല, കേട്ടില്ലായിരുന്നു ഞാൻ. പക്ഷേ ഒരു 1:30 ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും അടുക്കളയുടെ അവിടെ ആ ജനലിൻ്റെ അവിടെ വന്നിരുന്നുകൊണ്ട് വീണ്ടും വിളിച്ചു. അപ്പോൾ പിന്നെ അതിനും കൂടെ ഞാൻ ചോറ് കൊടുത്തു. അതിപ്പോൾ ദിവസമുണ്ട്. അത് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ അതിന് വന്ന് വിളിക്കുന്ന കേൾക്കാൻ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ എല്ലാം പെട്ടെന്ന് ജോലിയെല്ലാം തീർത്ത് അത് കഴിഞ്ഞിട്ടാണ് ക്ലീൻ ചെയ്തത് കേട്ടോ. ജോലി തീർക്കാന്ന് വെച്ചാൽ ക്ലീൻ ചെയ്യലാണ്. പിന്നെ പഞ്ചസാര തീർന്നിരിക്കുകയായിരുന്നു. അപ്പം ഞാനിപ്പം മേടിച്ചുകൊണ്ട് വന്നപ്പം ഞാൻ പെട്ടെന്ന് അത് കുടഞ്ഞിടുകയാണ്. അച്ചു അപ്പുറത്തിരിപ്പുണ്ട്. അപ്പോൾ അവനോട് വർത്താനം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതും കൂടി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഉച്ചയ്ക്ക് അച്ഛനും വിനോദനുമൊക്കെ ചോറ് കൊടുത്തത്. അതുവരെ എനിക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഇങ്ങനെ വൃത്തിയാകാണ്ടേ നമ്മളെങ്ങനെയാണ് അവിടെ ഒരു പ്ലേറ്റ് പോലും വെക്കുന്നത് എനിക്കിഷ്ടമില്ല. അതുകൊണ്ട് ഇന്നത്തെ എൻ്റെ എല്ലാ ജോലിയും ഭയങ്കരമായിട്ട് പെൻഡിങ്ങാണ്. അപ്പോൾ ഇനിയും എനിക്ക് ജോലി പിന്നെയും കിടക്കുകയാണ്. ഒരു 4 മണിയായി എൻ്റെ എല്ലാ പണികളും തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും. തുണി ഉണക്കും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും 4 മണി കഴിഞ്ഞ് കേട്ടോ. ഇത് പിന്നെ ഇപ്പം സന്ധ്യയ്ക്കുള്ള എൻ്റെ മുറിയിൽ നിന്ന് അമ്പലത്തിലേക്കുള്ളൊരു കാഴ്ചയാണ്. ക്യാമറയിൽ നേരിട്ട് കാണുന്നതിൻ്റെ അത്ര ഭംഗിയില്ല കേട്ടോ. എന്നാലും എനിക്കൊരു ഭയങ്കര സന്തോഷമാണ് ഇതിങ്ങനെ കാണുമ്പോഴത്തേക്ക്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു.